പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ആലുവ, മണപ്പുറവും ക്ഷേത്രവും ഒക്കെ വെള്ളത്തിനടിയിലായി. സൈഫുനിസ വിവരങ്ങളുമായിട്ടുണ്ട്. സൈഫുനിസ, ഈ സാധാരണ ചെറിയ മഴ പെയ്യുമ്പോൾ ഈ ആലുവ, മണപ്പുറം മുങ്ങൽ ഉണ്ട്. അപ്പോൾ ഇത്തവണ ഇതിൽ കൂടുതൽ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ 8 മണിക്കൂറിനിടയിൽ തന്നെ 6.5 അടിയോളം വെള്ളം കൂടിയെന്നുള്ളതാണ്. അപ്പം പ്രദേശത്തെ നിലവിലൊരു സാഹചര്യം എന്താണ്? സേതു, പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ ശിവക്ഷേത്രവും ഈ ശിവരാത്രി മണപ്പുറവും പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. പെരിയാറിൽ ജലനിരപ്പ് സമുദ്രനിരപ്പിൽ നിന്നും 3.3 മീറ്ററാണ്. ഇപ്പോൾ 4 മണിയുടെ കണക്ക് വെച്ച് രാവിലെ 8 മണിക്ക് ഇത് 1.1 മീറ്റർ ആയിരുന്നു. ശിവരാത്രി മണപ്പുറവും ശിവക്ഷേത്രവും പൂർണ്ണമായും വെള്ളത്തിനടിയിലായതുകൊണ്ട് അതൊരു ആറാട്ടായാണ്. അതായത് ഈ വിശ്വാസികളെ സംബന്ധിച്ചോളം ഇത് ശിവന്റെ ഒരു ആറാട്ട് എന്നാണ് അവർ കണക്കാക്കുന്നത്. ശിവക്ഷേത്രം മുങ്ങുന്നത് ഇത്തവണ മഴ വന്നതിന് ശേഷം ഇതാദ്യമായാണ് ശിവക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്നത്. ശക്തമായ മഴവെള്ളപ്പാച്ചിലിനെ തുടർന്ന് പുഴയിലെ ചെളിയുടെ അംശവും ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. അത് ഇനിയും കൂടുകയാണ് എങ്കിൽ ആലുവ ജലശുദ്ധീകരണശാലയിൽ നിന്നുള്ള പമ്പിങ്ങിന്റെ അളവ് കുറയ്ക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് കുടിവെള്ളത്തിനെ അടക്കം ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എങ്കിൽ പോലും ഇനിയും മഴ കനക്കുകയാണ് എങ്കിൽ ആ രീതിയിലേക്ക് കുറച്ചു നേരം പമ്പിംഗ് നിർത്തിവെക്കേണ്ടയൊക്കെ സാഹചര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കൊച്ചി നഗരത്തെ അടക്കം ബുദ്ധിമുട്ടിലാക്കുന്ന അവസ്ഥയുമാണ്.